ഹലോ നാസേസ്, വെൽക്കം ടു വ്ളോഗൻസ്. ഞാൻ നിങ്ങളുടെ വ്ളോഗൻ. ഇന്ന് ഒരു മിനിറ്റ് കേസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. ഞാൻ വളരെ സ്വാതന്ത്ര്യത്തോടെ എൻ്റെ കാലത്തെ പരിപാടികളെല്ലാം തീർത്ത് ഇതേ എത്തിയിരിക്കുകയാണ്. ആദ്യം നമുക്കൊന്ന് ഡ്രസ്സ് ചെയ്യാം. ഇനി സ്വാതന്ത്ര്യദിനമായി നഗ്നത പ്രദർശനം നടത്തിയെന്ന് വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന്. ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതിന് മുന്നേ ഞാൻ ആദ്യം പോയിട്ട് ഒന്ന് ഡ്രസ് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ, വൺ സെക്കൻഡ് ഗൈസ്. അപ്പോൾ ഞാൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. വ്ളോഗൻസിൻ്റെ പേരിലും നമ്മുടെ എല്ലാ വ്ളോഗൻസ് ഫാമിലിയുടെ പേരിലും ഇനി സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരിലും സബ്സ്ക്രൈബേഴ്സിന് തന്നെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് ഒരുപാട് തിരക്കുള്ള ഒരു വ്ളോഗിങ് ഡേ ആണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 1 അല്ല 2 അല്ല 3 അല്ല, അതിൽ കൂടുതൽ എത്രയോ കാര്യങ്ങൾ ഇന്ന് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും കാലത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരുടെയും കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് ഡിസ്കഷൻ നടന്നൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പരാതി പോലെ എല്ലാ ചാനൽസും എല്ലാ യൂട്യൂബേഴ്സും ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഐഫോണായിട്ടും കാറായിട്ടും ഒക്കെ ഗിവ് അവേസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ മാത്രം അതിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ നൈസായിട്ട് അത് ഇഗ്നോർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആ പരാതി പരിഹരിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്നൊരു ഗിവ് അവേ ചലഞ്ച് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഒരു ഗിവ് അവേ ചലഞ്ച് നടത്തുകയാണ്. ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ഗിവ് അവേ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് എന്താ ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു സ്റ്റോറി ഇടും. അതായത് ഗിവ് അവേ ഇതാണ്: നിങ്ങളിപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഒരു ഐഫോൺ മേടിക്കുക. അതിൻ്റെ ബില്ലോട് കൂടി നിങ്ങളത് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരിക. ആ സാധനം ഞാൻ അതിൽ നിന്ന് ഏറ്റവും ഫസ്റ്റ് ആ സംഭവം അയച്ച് കിട്ടുന്ന ആൾക്ക് ഞാൻ ഒരു ഐഫോൺ 14 Pro 256 GB ഗിവ് അവേ ആയി തരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ചാലഞ്ച്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ ആ സ്റ്റോറി ഇപ്പോൾ ഇടാം. ഞാൻ എടുത്ത് ഞാൻ സ്റ്റോറി ഇടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി കണ്ടിട്ട് എല്ലാവരും എത്ര പെട്ടെന്ന്, ഇതിപ്പോൾ അറിയില്ല എനിക്ക്, ഇപ്പോൾ ഈ കാലത്ത് ഇതിപ്പോൾ ഒരുപാട് നേരത്തെ ആയതുകൊണ്ട് എത്രത്തോളം പേർക്ക് ഇപ്പോൾ പെട്ടെന്ന് അതിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ച് സമയം എടുക്കുന്നതാണ്. അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഇടയിൽ, വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഇടയിൽ ഇത് വരുമ്പോൾ ഞാൻ ആരാണ് വിന്നർ എന്ന് ഞാൻ ഈ വ്ളോഗിൽ തന്നെ, ഇന്നത്തെ വ്ളോഗിൽ തന്നെ ഇന്നെന്തായാലും ആരെങ്കിലും ഒരാളെങ്കിലും അയക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ വ്ളോഗിൽ തന്നെ ഞാൻ ആ വിന്നറെ തന്നെ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വ്ളോഗിൽ തന്നെ ഞാൻ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം ആരാണ് ആ സ്റ്റോറിയിൽ ഗിവ് അവേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നതാണ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പരിപാടി. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടിമയുടെ മുടി മുറിക്കാൻ പോവുകയാണ്. അതാണ് ഒരുപാട് നാളായി നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അവൻ ആ മുടി മാച്ച് അല്ല, അത് കളർ ചെയ്തതിന് ശേഷം വലിയ വൃത്തിയില്ല. കുറച്ച് പേരൊക്കെ അവനെ സപ്പോർട്ട് ചെയ്തെങ്കിലും മെജോറിറ്റി അഭിപ്രായം അതാണ്. എന്നാലും ഇപ്പം അവസാനമായിട്ട് അവൻ്റെ അമ്മ കൂടെ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഇതൊന്നും വെട്ടടാ. ആ രീതിക്ക് അവൻ്റെ അമ്മ കൂടെ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മുടെ അടിമയുടെ മുടി മുറിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനായത് നമ്മുടെ സ്ഥിരം അൺബോക്സിങ് കത്രികയൊക്കെ ആയിട്ട് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നേരെ അടിമയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വായനശാല. അപ്പോൾ വായനശാലയിൽ ഇന്ന് പതാക ഉയർത്തലും പരിപാടികളും കുറച്ച് പിള്ളേരെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അടിമേനെയും കൊണ്ട് നീലമുടി ഇല്ലാത്ത അടിമേനെയും കൊണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ വായനശാലയിൽ പോയിട്ട് പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പാരി സോണിയൊക്കെ ഉണ്ടാവും. അതാണ് നമ്മുടെ മൂന്നാമത്തെ പരിപാടി. സോറി ഗൈസ്. അപ്പോൾ ഇത് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ, നമുക്കൊന്ന് നോക്കി നോക്കാം. ഗിവ് എവിടെ ആയിരിക്കാൻ ചാൻസ് ഇല്ല, കാരണം ഗൈസ് എനിക്ക് പരിചയമില്ലാത്തൊരു ഐഡിയ ആണ്. അപ്പോൾ മിക്കവാറും ഗിവ് എവിടെ തന്നെ ആയിരിക്കും. എൻ്റെ മക്കളെ നോക്ക്, ഒരു മിനിറ്റ് അല്ലേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഈ 1 മിനിറ്റിനകത്ത് അവൻ ഒരു ഐഫോൺ 14 വാങ്ങിച്ചതേ ഫോട്ടോ അയച്ചു തന്നേക്കുന്നത്. എൻ്റെ മോനെ സമ്മതിച്ചു പോയി. ഇവൻ്റെ പേര് വായിച്ചിട്ട് മനസ്സിലാവും. 1 മിനിറ്റ് ഗൈസ്, ഞാൻ അവൻ്റെ നമ്പർ ഒന്ന് ചോദിച്ചോട്ടെ. 1 മിനിറ്റിനുള്ളിൽ അവന് 14 Pro തന്നെയാന്ന് തോന്നുന്നുണ്ട്. 1.5 ലക്ഷം രൂപ അവർ അറേഞ്ച് ചെയ്ത് 1 മിനിറ്റിനകത്ത്. സമ്മതിച്ചു പോയി. നല്ല മണച്ചാക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ഇവൻ്റെ ഐഡിയ എന്തായാലും നമ്മുടെ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തേക്കാം. വിന്നറെ ഡിക്ലെയർ ചെയ്യുമ്പോൾ പൈസയ്ക്ക് ആവശ്യമുള്ളവർ എല്ലാവരും അവരോട് ചോദിച്ച് ശല്യപ്പെടുത്തിക്കുക, കുഴപ്പമില്ല.
അവൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കൊന്ന് വിളിച്ച് നോക്കാം അവനെ. വിളിച്ചിട്ട് അവന് സർപ്രൈസ് ആയിട്ട് അവന് നമുക്ക് വിന്നറാണെന്ന് അറിയിക്കാം. എടുക്കടാ കുട്ടാ, എടുക്കടാ. എന്നാലും ഒരു മിനിറ്റ്. ഹലോ, വ്ളോഗൻ ബ്രോ ആണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായടാ? ആ കാത്തിരിക്കുക അല്ലേ, ഒരു മിനിറ്റിനകത്തൊന്നും ആർക്കും അയക്കാൻ പറ്റില്ല. നിനക്ക് തന്നെ നല്ലപോലെ അറിയാലേ. എടാ എവിടുന്നാണോ നിനക്ക് നീ എന്താ ചെയ്യണേ? എന്താ പരിപാടി നിന്റെ? എടാ പഠിച്ചോണ്ടിരിക്കുന്ന നിന്റെ കയ്യിൽ എവിടുന്നാണോ ഒരു മിനിറ്റിനകത്ത് 1.25 ലക്ഷം രൂപ? അത് 14 Pro തന്നെയല്ലേ അത്? ആ മുടുക്ക. എടാ എവിടുന്നാണ് ഇത്രയും പൈസ നിന്റെ അടുത്ത്? അല്ല പറയാ, നമ്മൾ അറിയണല്ലോ. ഇത് ഒരു മിനിറ്റിനകത്ത് പറയുമ്പോ 100 അടിച്ചു പോയി ഞാനിപ്പോ ഇന്ന് വിചാരിച്ചത് ഇപ്പൊ ലാസ്റ്റ് ആവുമ്പത്തേനൊക്കെ ആയിരിക്കും ഈ വരിക. ഈ ആൾക്കാർക്ക് കടയിൽ പോയി ഇത് മേടിക്കാനുള്ള സമയം വേണം. അപ്പൊ അതൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഇത്രയും പെട്ടെന്ന് ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല. എന്താ എവിടുന്ന് പൈസ കിട്ടിയേ? അത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. പിന്നെ ഫീസ് അടക്കാൻ വേണ്ടിയുള്ള കുറച്ച് പൈസ കൂടെ ഉണ്ടായിരുന്നേ കോളേജിത്തെ. ഗൈസ് എടാ ആരും ഇത് ചെയ്യരുത്. ഈ പഠിക്കാനുള്ള പൈസ ഒന്നും വെച്ചിട്ട് ഇങ്ങനത്തെ ഇത് നമ്മളൊരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ പഠിക്കാനുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത്. അത് മോശമാണ്. അത് മനസ്സിലായോ? എന്തായാലും ഇപ്പൊ നീ ഇത് സെലക്ട് ചെയ്ത സ്ഥിതിക്ക് നീയാണ് നമ്മുടെ ഗിവ് അവേ വിന്നർ. നിനക്ക് ഒരു iPhone 14 Pro 256 GB കിട്ടുന്നതായിരിക്കും. അത് ഞാൻ നേരിട്ട് വന്ന് തരുന്നതായിരിക്കും. ഓക്കെ, ഹാപ്പി അല്ലേ? പറ. ഇത് എന്റെ റിക്വസ്റ്റ് ആണ്. പറ. ഞാൻ വലിയൊരു ഫാനാ. അതും ബ്രോന്റെ ഇൻട്രോ ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറയുമോ? ആക്ച്വലി ആരെങ്കിലും ഒക്കെ ഇത് പറയാൻ കാത്തിരിക്കുകയാണ് ഞാൻ. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അത്. ആക്ച്വലി നിന്റെ പേരെന്തായിരുന്നു? ഞാൻ പേര് ചോദിക്കാം. എനിക്ക് നിന്റെ ഇൻസ്റ്റാ ID കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. എന്റെ പേര് മോഹിത്. മോഹിത് ചൗഹാനാണോ? അല്ല, മോഹിത് ശശിധരൻ. മോഹിത് ശശിധരൻ. അപ്പൊ നമ്മുടെ മോഹിത് ബ്രോയ്ക്ക് വേണ്ടിട്ട് ഹലോ നാസീസ്. ഹാപ്പി ആയില്ലേ? എടാ ഇരിക്കുന്ന ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമാണ് ഇന്ന്. കുറെ കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ വീഡിയോ കാണുമ്പോ മനസ്സിലാവും. പറഞ്ഞോ. ഉറപ്പായിട്ടും ഫോളോ ചെയ്യാം ഗൈസ്. നമുക്ക് ഒരുപാട് പേരെ ഫോളോ ചെയ്താൽ എല്ലാവരുടെ അപ്ഡേറ്റ് മിസ്സാവുന്നതാണ് ഫോളോ ചെയ്യാത്തത്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേയുടെ വിന്നർ ആയതുകൊണ്ടും 1 മിനിറ്റിനകത്ത് 1.25 ലക്ഷം രൂപ വരെ റോൾ ചെയ്യാൻ കെൽപ്പുള്ളവനായതുകൊണ്ടും നമ്മൾ സ്വാഭാവികമായും മോഹിത് ബ്രോനെ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ നമ്മളുള്ള സ്നേഹം നീ ഇങ്ങനെ കാണിച്ചതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന്. അപ്പോൾ ഓക്കെ മോനെ, അപ്പം എന്തായാലും വരുമ്പോൾ കാണാൻ നേരിട്ട് വന്നിട്ട് ഞാൻ തരുന്നതായിരിക്കും. അതൊരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അല്ല, ലൈവ് അല്ല. ഞാനിത് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ കാലത്തേക്ക് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതാവും. ഇന്ന് കുറെ തിരക്കുള്ളതുകൊണ്ട് രാത്രിക്ക് ചിലപ്പോ പറ്റില്ല. എടാ വീട്ടുകാർ ഇനി എന്നെ വന്ന് കുരിശ് കയറ്റുവോ? ചെക്കന്റെ പഠിപ്പ് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. എന്റെ അതിനകത്തോട്ട് വരായിരുന്നാ മതി. ഇവിടെ എന്റെ വീട്ടുകാരെ എന്നെ പഠിപ്പിന്റെ കാര്യം പറഞ്ഞ് പതിച്ചോണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ നിന്റെ വീട്ടുകാരോടും കൂടി ഏക്കാൻ വയ്യ. അതുകൊണ്ടാ. ഓക്കെ ബ്രോ. അപ്പൊ എന്തായാലും ഞാൻ അവിടെ വന്ന് നേരിട്ട് കാണുന്നതായിരിക്കും. ബൈ. ശരി എന്നാ, ബൈഡാ. 1.25 ലക്ഷം രൂപ. എടാ 1 മിനിറ്റിനകത്ത് അവനെ ഒപ്പിച്ച്. എൻ്റെ അമ്മേ, കാര്യം സ്കൂളിൽ പോലും കോളേജ് ഫീസ് അടയ്ക്കാനുള്ള പൈസ ആണെങ്കിലും. ഒരു മിനിറ്റ് കോളേജ് ഫീസ് അടയ്ക്കാൻ വെച്ച പൈസ ആണെങ്കിലും എന്താ വരുന്നു. നമുക്ക് പോയി ഗ്യാസ് നേടിയേക്കും ഗൈസ്.